ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ സൗണ്ട് തീരെ ഇല്ലായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് സൗണ്ട് തീരെ ഇല്ലായിരുന്നു. ജലദോഷം, കഫക്കെട്ട് കാര്യങ്ങളും പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ട് തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ഡാർക്ക് ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻ ദ ലോസ്റ്റ് ലാൻഡ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ്ഗേറ്റ് ബൈ OTT പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജൂലൈ മാസം 4 തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹൊറർ ത്രില്ലർ സർവൈവൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഔട്ട് കം ദ വോൾഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, VR OTT പ്ലാറ്റ്ഫോം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജൂലൈ മാസം 4 തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസാണ്. ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 4ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. 8 എപ്പിസോഡുകളാണുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. മസാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നേരത്തെ സി5ൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്ത നമ്മുടെ പിന്നെ കമലഹാസനും STRഉം തൃശ്ശിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മണിരത്നം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. നേരത്തെ ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാക്കപ്പെട്ട സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. രജപുത്തിരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂലൈ മാസം 4 തീയതി സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഗെയിം ത്രില്ലർ മൂവിയായിരുന്നു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സി5ൽ ജൂലൈ മാസം 10 തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. വെയിറ്റ് ചെയ്യാൻ നമുക്ക്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രിയങ്ക ചോപ്രയ്ക്ക് പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് OTT റിലീസാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഓൾഡ് ഗാർഡ് 2 എന്ന് പറഞ്ഞ സിനിമ 2ാമത്തെ പാർട്ടാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ സൂറി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മാമൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ലോ ക്വാളിറ്റി ഇതിനു മുമ്പ് തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. സി5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. സി5ന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ മാസം 15 തീയതിയാണ് ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് റിലീസ് ചെയ്ത എക്സ്പെക്റ്റഡ് ഡേറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക്. അടുത്തത് നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹരിവേട്ട എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള സോണി ലിവ് ആണ്. സോണി ലിവിൽ ജൂലൈ മാസം 11 തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ ഡേറ്റ് ആണ് 11 എന്നുള്ളത്. ജൂലൈ മാസം 11 ഉള്ളത് എന്തായാലും 10 തീയതി വൈകുന്നേരത്തോടു കൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും